ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 2 കൂമ്പ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ആദ്യം ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കൂമ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ ഈ കട്ടിയുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണ പറ്റിയിട്ട് ഒന്ന് തിരുമ്പി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിരുമ്പി കൊടുക്കാം കേട്ടോ. കറ പോകാനും പിന്നെ നമുക്ക് ഇതിൻ്റെ ഞാരെന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ ഞാരൊന്നുമല്ല കേട്ടോ. നമ്മൾ വാഴപ്പിണ്ടിക്ക് എടുക്കുന്ന അത്ര ഞാരൊന്നും ഇതിനില്ല. ചെറിയ ചെറിയ ഞാരുകളുണ്ടാവും. അത് നമുക്ക് തിന്നുന്നത് നല്ലതാണ് കേട്ടോ. ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ ഒരു ഇതാണ് കേട്ടോ കൊപ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ഞാര് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഞാരുകളാണ് കേട്ടോ. അപ്പോൾ വാഴപ്പിണ്ടിയൊക്കെ അരിയുമ്പോൾ നന്നായിട്ട് ഞാരുണ്ടല്ലോ, അത്രയ്ക്കൊന്നും ഇതിൽ ഞാരുണ്ടാവില്ല. ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ച് ഇതിൻ്റെ ഞാര് വേണമെങ്കിൽ എടുത്ത് കളയാം. പക്ഷേ ഞങ്ങൾ കളയാറില്ല കേട്ടോ. നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ. ഇനി നമുക്ക് ബാക്കി ഉള്ള കാര്യങ്ങൾ എടുക്കാം കേട്ടോ ഇതിലേക്ക്. ഇപ്പോൾ ഇങ്ങനെ ഈ തടയണ ഞാരൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റിക്കളയാം കേട്ടോ. വേണ്ട ഇങ്ങനെ ഞാരിങ്ങനെ നമ്മുടെ കൈമൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ കളയണം എന്നുള്ളവർക്ക്. അല്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ കഴിക്കാൻ. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് വെക്കാനായിട്ട് നമ്മളൊരു ചെറിയൊരു സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് ഒരു 7-8 ഉണ്ടായിരിക്കും കേട്ടോ. അത് ഒട്ടും എരിവില്ലാത്തൊരു പച്ചമുളകാണ്. പിന്നെ വറ്റൽമുളക്, വേപ്പില, ഉപ്പ്, മുളക് പൊടി ഒരു ചെറിയൊരു ടീസ്പൂൺ, കടുക്, ഉഴുന്ന് പരിപ്പ്, വെളുത്തുള്ളി ഒരു 2-3 അല്ലി കേട്ടോ, ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നാളികേരം ഒരു ചെറിയ ബൗൾ നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായതുകൊണ്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി കഴിയുമ്പോൾ വറ്റൽമുളകും വേപ്പിലിടുന്നുണ്ട് കേട്ടോ. ഈ വറ്റൽമുളകിൻ്റെ കളറൊന്ന് മാറുമ്പോൾ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ സബോള ഇട്ട് കൊടുക്കാം. സബോള, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ. സബോള ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സബോള ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മളങ്ങനെ വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കളറൊന്നും മാറണ്ട. ഇനി നമുക്ക് ഈ നാളികേരയിലിടുന്നുണ്ട്. ഈ ഒരു ബൗളിൽ നാളികേര കേട്ടോ. കുത്തി നിറച്ചൊന്നും എടുക്കണ്ട. ഞാൻ 2 വലിയ കുടപ്പനാണ് കേട്ടോ എടുത്തേക്കുന്നത്. നാളികേരം ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇതിൽ വഴറ്റിയിട്ട് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. മിനിറ്റ് നമ്മൾ നാളികേരം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ചെറിയൊരു സ്പൂണാണ്. ഇതിലേക്ക് ഇതേപോലത്തെ ഒരു സ്പൂണിൽ മുളക് പൊടി, പിന്നെ ഉപ്പ്. ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഈ കൂമ്പും കൂടി ഇതിലിടാം കേട്ടോ. കൂമ്പിട്ട് കൊടുക്കാം കേട്ടോ. കൂമ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ വാഴക്കൂമ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പയറിൻ്റെ കൂടെ ഇട്ട് വയ്ക്കാറുണ്ട്, മുതിരയുടെ കൂടെ വയ്ക്കും. ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇത് വെറുതെ മുട്ടയിട്ടൊന്ന് കൊത്തി പിടിച്ചൊക്കെ എടുക്കുമ്പോൾ അതും രസമാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു മുട്ടയോ 2 മുട്ടയ്ക്ക് ഇട്ട് ഒന്ന് കൊത്തി പിടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത്
ഇതിപ്പോൾ നമ്മൾ ഈ തോരനാണ് വയ്ക്കുന്നത്. ഇതൊക്കെ വെറുതെ നിർത്തി കളയാതെ നമുക്കൊന്ന് ഒരു ചെറിയൊരു കൂട്ടുകറിയൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ. ഇത് ഒറ്റയ്ക്ക് തന്നെ മതി ചോറിൻ്റെ കൂടെ. അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ രാവിലെയൊക്കെ ഇതൊരു ഇത്തിരി കിട്ടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവരും. നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് എല്ലാവിടെയും ഒന്ന് എത്തണം. ഇതിൻ്റെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് മതിയാവും കേട്ടോ അത് വേവാൻ. വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മൂടി വയ്ക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ മൂടി വയ്ക്കാം കേട്ടോ. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അത് ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.